CM മടവൂർ നമസ്കരിക്കാറില്ല, നോമ്പ് നോൽക്കാറില്ല. നോമ്പ് നോറ്റവരെ വിളിച്ച് വെള്ളം കൊടുത്ത് നോമ്പ് മുറിപ്പിക്കും. സ്വർണ്ണ ചെയിനും വാച്ചും ധരിച്ചാണ് നടപ്പ്. ഇതൊക്കെയാണ് ഈ മഹാന്റെ വലിയ വിശേഷണങ്ങൾ. ഇങ്ങനെയുള്ള ഈ വ്യക്തി അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന് പൗരോഹിത്യം പറഞ്ഞു പ്രചരിപ്പിച്ചു. എന്നാൽ ശരീഅത്തിന്റെ ബാലപാഠങ്ങൾ പോലും അനുസരിക്കാത്ത ഇത്തരം ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ലെന്നും കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്നും മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇതു കേട്ട പൗരോഹിത്യം മുജാഹിദുകൾക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ലെന്നും ഇവർ പുത്തൻവാദികളാണെന്നും വരെ പറഞ്ഞു പരത്തി. എന്നാൽ അതേ പുരോഹിതന്മാർ തന്നെ അന്ന് മുജാഹിദുകൾ പറഞ്ഞ അതേ ആദർശത്തിലേക്ക് തിരിച്ചു നടക്കുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹുവിനു പുറമെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുവാനും അവരോട് സഹായം തേടുവാനും സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇല്ലാത്ത ഔലിയാക്കളെക്കുറിച്ച് വല്ലാത്ത കറാമത്തുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ പൗരോഹിത്യം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. CM മടവൂരിനെ കുറിച്ച് മനസ്സിലുള്ളതുപോലും CM മടവൂർ അറിയുമെന്നുവരെ ഇവർ തട്ടി. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം. ഒരു കാര്യം, എന്തിനേറെ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കു വേണ്ടി CM മുറബിയായ ഷെയ്ഖാണെന്നും അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്ത പണ്ഡിതന്മാരെ പിൻപറ്റിയില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്നും വരെ പറഞ്ഞു പ്രചരിപ്പിക്കുവാൻ ഈ പുരോഹിതന്മാർക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. പറഞ്ഞതല്ല, എന്റെ ഷെയ്ഖും മുറബിയായ ഷെയ്ഖ് മടവൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞത് ഉള്ളാളം തങ്ങളും AP ഉസ്താദ് ഹക്കാണ് ഹക്കാണ് അത് വിജയിക്കൂ എന്ന് പറഞ്ഞ് കൊല്ലം. എന്നാൽ ഇത്തരം പ്രചാരണങ്ങളും കള്ളക്കഥകളും സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കീശ വീർപ്പിക്കുവാനുള്ള പുരോഹിതന്മാരുടെ അടവുകൾ മാത്രമാണെന്ന് സധൈര്യം സലഫികൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. ഔലിയാക്കന്മാരില്ല, ഇവർ ഔലിയാക്കന്മാരെ ആദരിക്കൂല, ഇവർ ഔലിയാക്കന്മാരെ ബഹുമാനിക്കൂല എന്നൊക്കെ പറയും. സഹോദരങ്ങളെ, സമയം കുറവുകൊണ്ട് ഇങ്ങനെ ചുരുക്കി പോവാൻ. അള്ളാന്റെ ഔലിയാക്കന്മാരെ ആദരിക്കുന്നവരാണ് നമ്മൾ, അള്ളാന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷെ ഞങ്ങൾ ആദരിക്കണ്ടെന്ന് ഒരിക്കലും പറയലില്ല. പക്ഷെ ഞങ്ങൾ ആദരിക്കണ്ടെന്ന് പറയലുണ്ട്. ആരെന്നറിയോ? ഇവര് പഠിപ്പിക്കുന്ന ചില ഔലിയാക്കന്മാരുണ്ട്. ഏതാ ഔലിയ? ഒരു ഔലിയന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പിന്നെ CM മക്കാമിലെ CM മടവൂർ. എന്താ CM മടവൂരിന്റെ? ഇവരെ ഔലിയാക്കന്മാർ ഏകദേശമൊക്കെ പരിശോധിച്ചാൽ അരപ്പിരി ലൂസായിരിക്കുന്നാണ് എല്ലാ ഔലിയാക്കന്മാരും. ഏകദേശ ഔലിയാക്കന്മാരുടെയൊക്കെ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ അരപ്പിരി ലൂസായിരിക്കുന്ന. ഇനി CM മടവൂരാണല്ലോ ഇവരെ വലിയ ഔലിയ. ആ ഔലിയാന്റെ കറാമത്ത് വെക്കണേ, വലിയ കറാമത്ത. എന്താ ഔലിയാന്റെ കറാമത്ത് എന്നറിയോ? ഒന്ന്, മടവൂർ CM വലിയുല്ലാഹി എന്ന പുസ്തകത്തിലെ പേജ് 78-ാമത്തെ പേജിൽ ഞാൻ വായിക്കുന്നത്. മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലെ 3 വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം മഗ്രിബും ഇശായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചത്. അഥവാ ഷെയ്ഖുന ഹാജിയാരും ബാബു എന്ന അഹമ്മദ് കോയയും സാഹിബിനെ തുടർന്ന് നമസ്കരിക്കുകയും ചെയ്തു. 3 കൊല്ലത്തിന്റെ ഇടയിൽ എന്താ ചെയ്തത്? ഒരു മഗ്രിബും ഇശായും ഇയാള് നിസ്കരിച്ചു. ഇയാൾ ഔലിയാണ് പോലും. ഇനി മാത്രല്ല, അടുത്ത ഷെയ്ഖുന നോമ്പ് നോറ്റിരുന്നില്ലെന്നതിന് പുറമെ പകൽ സമയത്ത് ചിലർക്ക് ബാക്കിയുള്ള ഭക്ഷണവും മറ്റും കൊടുത്ത് നോമ്പ് മുറിപ്പിക്കുകയും ചെയ്യും. അയാൾ നോമ്പ് വെക്കൂല. നോമ്പ് വെക്കൂല എന്ന് മാത്രമല്ല, ആരെങ്കിലും നോമ്പ് കതറെ നോമ്പല്ലേ ഇതമനെ ഞാൻ തിന്നതിന്റെ കുറച്ച് ബാക്കിയുണ്ടായി തിന്നിട്ട് അങ്ങനെ നോമ്പ് കുറിച്ചാലാ. എന്താ ഔലിയ? ഇത്ര നല്ല ഔലിയാക്കന്മാരൊക്കെ കിട്ടുവോ? ഈന്റെ മുമ്പ് പോയിട്ടാണ് ഔലിയേ കാക്കണേ കുട്ടീനെ തരണേ എന്ന് പറയുന്നേ. എന്റെ ചെങ്ങായിമാരെ,
ഒരൽപ്പം തലയുള്ള ഒരു മനുഷ്യ ഇത് ചെയ്യൂ. ഇനി മാത്രമല്ല, അടുത്തെന്നറിയോ, ക്രമേണ ഷെയ്ഖിനൊക്കെ കുടുംബജീവിതത്തോട് വിരക്തി തുടങ്ങി. ഉമ്മയോടും ഭാര്യയോടും സംസാരിക്കാതെയായി. വലിയ ഔലിയാണ്. ആരാണ് ഔലിയ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു, അല്ലദീന ആമനു വഖാലൂ യത്തഖൂൻ. തഖ്വയുള്ളവനാണ് ഔലിയ. ഭാര്യയോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുന്ന, ഉമ്മയോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുന്നവരാണ് ഔലിയാക്കന്മാരെന്ന് ലോകത്തിന്റെ തമ്പുരാൻ പഠിപ്പിച്ചു. ഇതേത് ഔലിയാണ്? ഇതേത് ഔലിയ? ഇനി തീർന്നിട്ടില്ല. അടുത്തത് മറ്റൊരു ഘട്ടത്തിൽ സിയമടവൂരിന്റെ മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു. ഇക്കാലത്ത് കണക്കില്ലാത്ത വെറ്റില ചവച്ചിരുന്നു. വെറ്റില ഇങ്ങനെ തിന്നു ഔലിയെ, വെറ്റില തിന്നു. അടുത്തത് പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു. കാറിൽ മാത്രമായി യാത്ര. തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു. ഔലിയെ തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു. സ്വർണ്ണ മോതിരവും ചെയിനും ധരിച്ചിരുന്നു. വെറ്റില മുറുക്കും, തുരുതുരാ സിഗരറ്റ് വലിക്കും, പിന്നെയോ സ്വർണത്തിന്റെ മോതിരം മാത്രമല്ല വാച്ചും ധരിച്ചിരുന്നു. മാത്രമല്ല പേന്റും കോട്ടും മാത്രമല്ല ടൈ പോലും കെട്ടിയിരുന്നതായി കണ്ടവർ പറയുന്നു. ബുഷിന്റെ മാതിരി ഇങ്ങനെ നടക്കുക. ഇതാണ് ഔലിയ. നിങ്ങൾ പറയും, ഇതേത് പാരമ്പര്യമുള്ള ഔലിയ? ഏത് പാരമ്പര്യം നിങ്ങൾക്ക് പറയാനുള്ള ഈ ഔലിയാനെ? അരപ്പിന് ലൂസുള്ള ആളെന്നല്ലാതെ. ഇത്ര വ്യക്തമായിക്കൊണ്ട് തെളിവുകൾ നിരത്തി സമൂഹത്തോട് സലഫികൾ സത്യം തുറന്നു പറഞ്ഞപ്പോൾ നിൽക്കക്കള്ളിയില്ലാതായ പൗരോഹിത്യം പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. എന്നാൽ ഇത്തരം പദക്കസർത്തുകളുടെയും ദുർവ്യാഖ്യാനങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് EK സമസ്തയിൽ തന്നെ പെട്ട റഹ്മത്തുള്ള കാസിമി എന്ന പണ്ഡിതൻ ഏതാനും വർഷങ്ങൾക്കു മുമ്പ് കോഴിക്കോട് വെച്ച് നടത്തിയ പ്രഭാഷണം നിങ്ങളുടെ ശ്രദ്ധയിലേക്കായി ഒന്നുകൂടി സമർപ്പിക്കുകയാണ്. മുജാഹിദുകൾ അന്നേ പറഞ്ഞ ആദർശം അതേപടി ഒരു സുന്നി പണ്ഡിതൻ ഇതാ വീണ്ടും ആവർത്തിക്കുകയാണ്. ആരാധനകളിൽ വളരെ കാണിഷ്യമുള്ള ആളുകളായിരിക്കണം. ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പ എന്നാ പറയാ അല്ലേ? അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ. നിങ്ങൾ മന്ത്രിയെ ഇരുത്തിയിട്ട് ഞാൻ അടിക്കണം എന്ന് പറയാല്ല കേട്ടോ, നിയമം ഞാൻ കയ്യിലെടുക്കല്ല. പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും. എന്താ ഈ കാണിക്കുന്ന തമ്മാടിത്തരം? ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ. ഏത് ഔലിയാണത്? എന്ത് ഔലിയപ്പാപ്പയാണത്? ഇങ്ങനെയായ എന്താ അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു. അപ്പൊ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനോട് എടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ വരസുന്നുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്ത് നിസ്കരിക്കൂല, ശരീഅത്തില്ല. ശരീഅത്തില്ലാത്തവനെ സ്വീകരിക്കുന്നത് എങ്ങനെ? നിസ്കരിക്കാത്ത ആൾക്കാർക്ക് സമുദായം വഴിപ്പെട്ടു പോവുക. ഇത് വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു. സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ. ഏത് ഔലിയാണത്? എന്ത് ഔലിയപ്പാപ്പയാണത്? ഇങ്ങനെയായ മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. ശരീഅത്തില്ലാത്തവനെ സ്വീകരിക്കുന്നത് എങ്ങനെ? മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ. അന്ന് ഇതു പറഞ്ഞതിന്റെ പേരിൽ റഹ്മത്തുള്ള കാസിമിക്കെതിരെ വാളോങ്ങിയ AP സമസ്തയിലെ പുരോഹിതന്മാർ തന്നെ ഇന്ന് അതേ വാദത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മുജാഹിദുകൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ ആദർശം AP സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇതാ ഏറ്റുപറയുകയാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഷഹാദത്തിന് ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ
അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്. അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലവൃത്തിയാകുന്ന ആളാകരുത്. അതിനെ പുറത്തു പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം. മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ. ഹറാമതലനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു തന്നെ വിടും. ഇനി ഹറാമല്ല, ഒരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശേഖനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന് സാക്ഷിക്ക് വരെ അയാളെ പറ്റൂലെന്നാ. പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കിന് ശേഷാക്കല് അതിന് പറ്റില്ല. ഞാൻ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ശേഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ് തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്ത് ഇവിടെ ഉണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പറഞ്ഞ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശൈഖാണെന്ന് പറയുന്നുമില്ല. അൽഹംദുലില്ലാ, പതിറ്റാണ്ടുകളായി മുജാഹിദു പ്രസ്ഥാനം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം AP സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാവിൽ കൂടി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും മുജാഹിദു പ്രസ്ഥാനം പറഞ്ഞ സത്യമായ ആദർശങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാറ്റിനുമുപരി അള്ളാഹുവിനു പുറമെ ഒരു ശക്തിയോടും ഇസ്തിആസ ചെയ്യരുത് എന്ന ഏറ്റവും പ്രധാനമായ തൗഹീദിലേക്കടക്കം നിങ്ങൾ തിരിച്ചുവരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മുജാഹിദുകൾ. ഇതു കേൾക്കുന്ന സാധാരണക്കാരായ സുന്നി പ്രവർത്തകരെ, ഇത്രയും കാലം മുജാഹിദുകൾ പറഞ്ഞത് കളവാണെന്നു പറഞ്ഞ നിങ്ങളുടെ പുരോഹിതന്മാർ പതിറ്റാണ്ടുകൾക്ക് ശേഷം സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ മരിച്ചുപോയ സാധാരണക്കാരായ സുന്നി പ്രവർത്തകരുടെ ഗതി എന്താണ്? CM മടവൂർ ഔലിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഔലിയാക്കന്മാരോട് അള്ളാഹുവിനു പുറമെ തേടാം എന്ന നിങ്ങളുടെ വാദം വിശ്വസിച്ചുകൊണ്ട് ആ മക്ബറയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചവരുടെ പരലോകത്തെ ഗതി എന്താണ്? അതെ, ഇവർ ഇന്നോ നാളെയോ ഇസ്തിആസയുടെ വിഷയത്തിലും ഒരുപക്ഷെ മാറ്റിപ്പറഞ്ഞേക്കാം. പക്ഷേ അത് കേൾക്കാൻ നമ്മളുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് തന്നെ ഇവർ മാറ്റിപ്പറയുന്നത് കാത്തുനിൽക്കാതെ നമുക്ക് ഖുർആനും ഹദീസും മുത്ത് റസൂലും പഠിപ്പിച്ച യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പുരോഹിതന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്താൻ നാം തയ്യാറാകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.